ചേട്ടാ ഈ വീഡിയോ കണ്ടിരുന്നോ? കണ്ടിരുന്നു. ഇത് ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വീഡിയോ ആണ്. നമ്മുടെ കർണാടകയിലെ പോലീസ് മേധാവി കെ രാമചന്ദ്ര റാവുവിന്റെ പോലീസ് ഓഫീസിലെ ചില കുൽസിതങ്ങൾ, അതാണ് ഇപ്പോൾ ആ വീഡിയോയിലൂടെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനകത്ത് ഒരു വീഡിയോയിലോ അല്ലെങ്കിൽ 2 വീഡിയോയിലോ ഒതുങ്ങുന്നതല്ല, ഒന്നിലധികം വീഡിയോകളിൽ അദ്ദേഹം ഓഫീസ് റൂമിൽ വെച്ച് നടത്തുന്ന അനാവശ്യമായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് മറ്റെന്ത് പറയാനെന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. എന്തുകൊണ്ടായിരിക്കും ഈ പോലീസുകാരൊക്കെ ഈ ഒരു നിലയിലേക്ക് പോകുന്നത്, ഇത്രയും തരം താഴ്ന്ന ഒരു നിലയിലേക്ക്? അത് തള്ളി പറഞ്ഞില്ലേ, അത് A1 സാങ്കേതിക വിദ്യ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ തേജോവധം ചെയ്യാനായി മനഃപൂർവ്വം ശത്രുക്കൾ പടച്ചൊഴുക്കിയ ഒരു വീഡിയോയാണ് അദ്ദേഹത്തിൻ്റെ ലീലാവിലാസങ്ങൾ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലും സമൂഹ മാധ്യമങ്ങളിലായ മറ്റ് എക്സിലും ഉൾപ്പെടെ കാണുന്നു. നോക്കൂ, ഈ ഒരു സാഹചര്യം കേരളത്തിലായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ആലോചിച്ച് നോക്കൂ. കുറേയധികം സ്ത്രീകളെ ചുംബിക്കുന്നു, ശരീരത്തിൽ സ്പർശിക്കുന്നു, അതും ഒഫീഷ്യലായിട്ട് തൻ്റെ ഓഫീസ് റൂമിൽ ഇരുന്നുകൊണ്ട്, അതും യൂണിഫോമോട് കൂടി ഇരുന്നു കൊണ്ട്. നമുക്കറിയാം, ഒരു പോലീസ് മേധാവി അല്ലെങ്കിൽ ഒരു പോലീസ് മേധാവി എന്നാവണമെന്നില്ല, ഏറ്റവും താഴെ നിൽക്കുന്ന ഒരു കോൺസ്റ്റബിൾ ആണെങ്കിൽ പോലും അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ജനങ്ങളുടെ ക്ഷേമം, അതാണ് പ്രാധാന്യം നൽകേണ്ടത്. ജനങ്ങളെ, പ്രത്യേകിച്ച് സ്ത്രീകളെ സുരക്ഷിതമായി മുന്നോട്ട് പോകേണ്ട ആളുകൾ ഇത്തരത്തിൽ പോലീസ് യൂണിഫോം ഇട്ട മേധാവി എന്നല്ല, ഒരു കോൺസ്റ്റബിൾ ആണെങ്കിൽ പോലും ഇത്രയും മ്ലേച്ഛമായ രീതിയിലുള്ള വീഡിയോ പുറത്തു വരിക എന്ന് പറഞ്ഞാൽ എന്ത് സുരക്ഷിതത്വമാണ് അവിടെ നൽകുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. ഇതൊരു പക്ഷേ കേരളത്തിലായിരുന്നുവെങ്കിൽ ഇതിനെ ന്യായീകരിക്കാനും അതുപോലെ തന്നെ പ്രതികൂലിക്കാനും ഒരു കൂട്ടം ആളുകൾ വരുമായിരുന്നു. ഇപ്പോൾ ഈ പറയുന്നത് പോലെ സ്ത്രീകൾ ചെന്നിട്ടല്ലേ എന്ന് ചോദിക്കുന്ന ആളുകൾ രംഗത്ത് വരുമായിരുന്നു. സ്വാഭാവികമായും പുരുഷന്മാർക്ക് മെൻസ് കമ്മീഷൻ വേണം, പോലീസ് ഉദ്യോഗസ്ഥനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ വേണം, അദ്ദേഹം ഒരു പോലീസാണ്, അദ്ദേഹത്തെ സമീപിച്ചാൽ എങ്ങനെ അദ്ദേഹം മാറി നിൽക്കും, അതുകൊണ്ട് വീണു പോയതാണ്. പോലീസുകാരനാണെങ്കിലും അദ്ദേഹം ഒരു കല്ലല്ല, മജ്ജയും മാംസവുമുള്ള മനുഷ്യനാണെന്നുള്ള ന്യായീകരണ കോമരങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. നോക്കൂ, ഇത് ഈ സംഭവമായി കൂടിച്ചേർത്ത് വായിക്കുമ്പോഴാണ് കേരളത്തിൽ തന്നെ എല്ലാവരും പറഞ്ഞു, ചില പോലീസുകാർ ഈ പ്രത്യേക സ്ത്രീകൾ പരാതിയുമായി സ്റ്റേഷനിലേക്ക് ചെന്നാൽ അവരെടുത്ത് പെരുമാറുന്നൊരു രീതി, അത് പല സ്റ്റേഷനുകളിലും അത്തരത്തിലുണ്ട്. അല്ലെങ്കിൽ പരാതി ഇപ്പോൾ ഒറ്റയ്ക്കാണ് വരുന്നത്, വേറെ ആശ്രയങ്ങളൊന്നുമില്ല എങ്കിൽ അവരുടെ നമ്പർ എഴുതി വെച്ച് അവരെ എടുത്ത് പിന്നീട് വിളിച്ച് അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും അവരോട് സൊറ പറയുകയും അവരെ അത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന പോലീസ് ഓഫീസർമാരൊക്കെ കേരളത്തിലുമുണ്ട്. പല സാഹചര്യങ്ങളും പല സ്റ്റേഷനുകളിലും ഇത്തരം വാർത്തകൾ ഉൾപ്പെടെ പുറത്തു വരുന്നത് നമ്മൾ കണ്ടതാണ്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ എനിക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്, എനിക്ക് 1-2 വർഷങ്ങൾക്ക് മുൻപ് ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ എൻ്റെ അനിയനുമായി ബന്ധപ്പെട്ട് അവൻ്റെ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചതുമായി ബന്ധപ്പെട്ട് വണ്ടി പോലീസുകാർ കൊണ്ടുപോകുമ്പോൾ ഞാൻ അതിനു വേണ്ടി സംസാരിക്കാൻ, കാരണം വീട്ടിൽ പറയാൻ സാധിക്കില്ല അനിയൻ ഇങ്ങനെ ലൈസൻസ് ഇല്ലാതെ വണ്ടി എടുത്തു എന്നുള്ളത്. അപ്പോൾ അവൻ എന്നെ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അവരോട് സംസാരിക്കുന്ന സാഹചര്യത്തിൽ അവർ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്ത് ധൈര്യത്തിലാണ് ഒരു പെൺകുട്ടിയായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് കയറി വരുന്നത്, ചെറിയ പെൺകുട്ടിയല്ലേ, അതായത് എനിക്ക് 20 വയസ്സ് 21 വയസ്സ് പ്രായമേ ഉള്ളൂ ആ സമയത്ത്, എന്ത് ധൈര്യത്തിലാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് കയറി വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ തിരിച്ചു പറഞ്ഞത്, പോലീസ് സ്റ്റേഷനിലല്ലാതെ പിന്നെ എവിടെയാണ് നമ്മൾ ഇത്രയും ധൈര്യത്തിൽ കയറി ചെല്ലാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ പിന്നീട് അവിടെയുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പോകുന്നു. അപ്പോൾ പൊതുവായി ഇത്തരത്തിൽ പോലീസുകാരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീകൾ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ മോശമായ അനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു പൊതുബോധം പൊതുജനങ്ങൾക്കിടയിലുണ്ട്. അതുപോലെ തന്നെ പോലീസുകാർക്കിടയിൽ ഇങ്ങനെ ഒരു ഭയം ഉണ്ട് എന്നുള്ള കൃത്യമായ ധാരണയും അവർക്കുണ്ട്. പരാതി പറയാൻ എത്തുന്ന യുവതികളുടെ, സ്ത്രീകളുടെ ഫോൺ നമ്പരും പിന്നെ അവരുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതും അത് പിന്നെ വഷളാകുന്നതും പോലീസ് നടപടി, അതായത് ഡിപ്പാർട്ട്മെന്റ് തല നടപടികൾ വാർത്തയാകാത്തതുമായ ഇഷ്ടംപോലെ കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ പോലീസ് ആണ് അപ്പുറമുള്ളത് എന്നതുകൊണ്ട് ഭയന്ന് പലതും മിണ്ടാതെ പോകുന്ന പല പെൺകുട്ടികളും നമ്മുടെ കൂടെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവർ ഇനി മറ്റെന്തെങ്കിലും കേസുകളിൽ കൊടുക്കുമോ, അതായത് ഇപ്പോഴും അറിയില്ല എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ ഡീല് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഭാവിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇതിന് പിന്നാലെ ഉണ്ടാകുമെന്ന് പലർക്കും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഇവിടെ തന്നെയാണെങ്കിലും ഈ പറയുന്ന കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപായിരുന്നു കേരളത്തിൽ ഇത്തരത്തിലൊരു പോലീസ് മേധാവി ഒരു പരാതിയുമായി അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിന്നിരുന്ന ഒരു സ്ത്രീയെ പിന്നീട് ബന്ധം സ്ഥാപിച്ച് വീട്ടിൽ ചെല്ലുകയും പല തവണകളായി പീഡിപ്പിക്കുകയും അവരുടെ മകളെ കുറിച്ച് മോശമായി സംസാരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം പരാതി വരികയും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് സ്വാഭാവികം അല്ലെങ്കിൽ സ്ഥിരമായി നടക്കുന്ന ഒരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല എല്ലായിടങ്ങളിലും പോലീസാണ് എന്ന് പറയുമ്പോൾ ഭയം കൊണ്ട് എന്തിനും നിന്നു കൊടുക്കുന്ന സ്ത്രീകളിലേക്ക് പല കഥകളും ഒതുങ്ങിക്കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ പറയുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ ഈ പറയുന്ന സ്ത്രീകളുടെ വീഡിയോ പുറത്തു വരുമ്പോൾ ഒരുപക്ഷെ ഉഭയസമ്മതത്തോടു കൂടി, നമ്മുടെ സ്വാഭാവികമായ സ്വതസിദ്ധമായ ഭാഷയിൽ പറയുന്നത് പോലെ ഉഭയസമ്മതത്തോടു കൂടിയുള്ള ഒരു ഇണചേരലാണ് എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്, അതൊരു ഓഫീസാണ് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഓഫീസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന് ആയിക്കൂടാ എന്ന് പറയുന്നില്ല. ഉഭയസമ്മത പ്രകാരം ഇന്ത്യയിൽ കൺസെൻറ്റോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനോ അല്ലെങ്കിൽ മറ്റ്
ഇതിനൊന്നും തന്നെ അത് എന്താണെന്നുള്ളത് നമ്മൾ പറയുന്നില്ല. അതായത് ഒന്നും തെറ്റില്ല. അദ്ദേഹത്തിൻ്റെ ഓഫീസ് കാര്യാലയത്തിൽ ഇരുന്ന് ഇത്തരത്തിലുള്ള കേളി മിഥുനങ്ങൾ കാണിക്കുന്ന ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുക, ഡിസ്മിസ് ചെയ്യേണ്ടതാണ്. അദ്ദേഹം പറയുന്നൊരു വാചകം ഇത് മൊത്തം AI സാങ്കേതിക വിദ്യയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കമൻറ്റുകൾ വായിക്കുമ്പോഴാണ് പറഞ്ഞത് AI എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ല, ആൻറ്റി ഇൻസൈഡ് എന്നുള്ളതാണ് പുതിയ ജിൻസി പിള്ളേർ ഇത്തരത്തിൽ കർണാടകയുടെ പോലീസ് പേജുകളിൽ കമൻറ്റ് ചെയ്യുന്നത്. വലിയ രീതിയിൽ ചർച്ചയായ വിഷയമാണ്. നമുക്ക് കർണാടക DGP ആണ്, കോൺഗ്രസ് ഭരിക്കുന്നൊരു സംസ്ഥാനമാണ്. ഇപ്പോൾ കേരളത്തിലായിരുന്നു ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പിണറായി വിജയൻ ഇപ്പോൾ തറയിൽ നിൽക്കാതെ ഏറിൽ നിൽക്കുന്ന കളിക്കുന്ന എന്ത് സംഭവിച്ചാലും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇതിനെ എങ്ങനെയാണ് കാണാൻ പോകുന്നത്? പിന്നെ സിദ്ധരാമയ്യയെ സംബന്ധിച്ച് അദ്ദേഹം കുറച്ച് അദ്ദേഹത്തിന്റെ പേരിലും ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. അദ്ദേഹം പൊതുജനങ്ങളെ തല്ലുന്നതൊക്കെ കണ്ടെന്ന് അത് എനിക്ക് തോന്നുന്നത് കർണാടക വേറൊരു ലീഗാണ്. അതായത് സാധാരണപ്പെട്ട മനുഷ്യന്മാരൊന്നുമില്ല അത്തരത്തിൽ. എന്താണ് പക്ഷേ ആ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ആ സ്ത്രീകളെല്ലാം സന്തോഷവതികളായിട്ടാണ് ഈ പറയുന്നത് പോലെ എല്ലാത്തിനും സമ്മതത്തോടു കൂടി നിന്ന് കൊടുക്കുന്ന ഒരു നിലയിലേക്ക് ആ ഒരു സ്ത്രീകളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ വീഡിയോ പൂർണ്ണമായും നമുക്ക് ഇപ്പൊ നമ്മളെ പോലുള്ളവർക്ക് അത് പൂർണ്ണമായും കാണാൻ ഒരു ബുദ്ധിമുട്ട്. കാരണം പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിലൊരു വീഡിയോ കാണുന്നില്ല. പക്ഷെ പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ നമ്മളത് നമുക്ക് മാനസികമായിട്ട് അംഗീകരിക്കാൻ, അതായത് ഒരുപക്ഷെ മറ്റേതെങ്കിലും വ്യക്തികൾ അല്ലെങ്കിൽ പുറമെ നിൽക്കുന്ന വ്യക്തികളുടെ വീഡിയോസ് ആണ് നമുക്ക് ഇത്രത്തോളം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി വരില്ലായിരുന്നു. ഇതൊരു പോലീസ് ഉദ്യോഗസ്ഥരായതുകൊണ്ട് അതെ ഇങ്ങനെയുള്ള വീഡിയോകൾ പുറത്തു വരുമ്പോൾ ഇനിയെങ്കിലും പല പോലീസുകാരും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇന്റൻഷനോട് കൂടിയിരിക്കുന്ന എല്ലാ പോലീസുകാരും ഒന്ന് ചിന്തിക്കേണ്ടതാണ്. CCTV ദൃശ്യമാണെന്ന് തോന്നുന്നില്ല. ഇത് കാണുന്നവർ ഷെയർ ചെയ്യാതിരിക്കുക. ഷെയർ ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ എടുക്കേണ്ടി വരുന്നത്. ഹർഷ എന്ന ഗ്രൂപ്പിൽ ഷെയർ ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ചർച്ച എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇത്തരത്തിൽ ഇത് പ്രചരിപ്പിക്കുന്നത് തെറ്റാണ്. ഇപ്പോൾ അത് ആ സ്ത്രീകളുടെ മുഖം മാസ്ക് ചെയ്തേക്കുന്ന വീഡിയോകൾ വരുന്നുണ്ട്, അല്ലാത്ത വീഡിയോകൾ വരുന്നുണ്ട്. അവരുടെ പ്രൈവസി നമ്മൾ നോക്കണം, ഇദ്ദേഹത്തിൻ്റെ മാത്രമല്ല. അപ്പോൾ വീഡിയോകൾ പ്രചരിപ്പിക്കാതിരിക്കുക. ഈ കർണാടക സംസ്ഥാന സർക്കാർ ആഭ്യന്തര വകുപ്പ് റാവുവിനെതിരെ എന്തൊക്കെ നടപടികളാണ് എടുക്കേണ്ടതെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയേണ്ടി വരും.